കനകനിലാവേ തുയിലുണരൂ തരളവസന്തം വരവായി പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പാമാഗ പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പാമാഗ സമമ്മ മമ്മ മഗ സാസ സാസ ഗ സനി നി 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 സാസ സ ഗമ പാ മ പനി പനി സാ നി സനി പ മ പ മഗ ഗമ പാ മ പനി പനി സാ കനകനിലാവേ തുയിലുണരൂ തരളവസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം പൂവണിഞ്ഞു പോ കളിമൺ വീണയിൽ സ്വരമേളങ്ങളിൽ കോമളലതകളിലോ മനമൈനകളല്ലലലലലം പാടി ഉന്മയിലാടി മാനസവനികളിൽ ആരവമിളകിയ നടനം തനധീം തധീം തനനധീം തധീം തനനധീം തധീം തനനതിരന ഇനിയും പ്രണയം വിടരാ കനകനിലാവേ തുയിലുണരൂ തരളവസന്തം വരവായി കിന്നാരക്കാറ്റിൻ കനിവുണർന്നു ഹൃദയാകാശത്തിലെങ്ങോ കിന്നാരക്കാറ്റിൻ കനിവുണർന്നു ഹൃദയാകാശത്തിൽ മൂവന്തി കസവണിയും മിന്നാരച്ചിരിമുത്തേ കൊടമുല്ലക്കൊടി നിവരും കുറുമാട്ടി കാവുകളിൽ ഇതളാ പൊഴിയും മഞ്ഞിൽ വനനിഴലിളകും മുടിയിൽ വർണ്ണം ചൊരിയാ കനകനിലാവേ തുയിലുണരൂ തരളവസന്തം വരവായി മൈലാഞ്ചിക്കൈയിൽ പവിഴമോടെ മാറിൽ മറിമാൻ കുരുന്നോടെ മൈലാഞ്ചിക്കൈയിൽ പവിഴമോടെ മാറിൽ മറിമാൻ മൂവന്തിക്കസവണിയും മിന്നാരച്ചിരിമുത്തേ മൂവന്തിക്കസവണിയും മിന്നാരച്ചിരിമുത്തേ പനിനീർ പുഴയിൽ നീലേ കുളിരൊളി വിതറാനിതിലേ ഉണരൂ ഉണരൂ കോമളലതകളിലോ മനമൈനകളല്ലലലലം പാടി ഉന്മയിലാടി മാനസവനികളിൽ ആരവമിളകിയ നടനം തനധീം തനനധീം 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 തനനധിരണ തനധീം
രസമുള്ള പാട്ട്. നിങ്ങൾ നന്നായിട്ട് തന്നെ പാടി രണ്ടുപേരും, അതിനകത്ത് സംശയമൊന്നുമില്ല കേട്ടോ. ഇത് കുട്ടാ മറന്നുപോയോ ലിറിക്സ് എല്ലാം കൂടെ മാറിപ്പോയി. പഠിച്ചിരുന്നില്ലേ? നന്നായിട്ട് പഠിച്ചിരുന്നില്ലേ? റിഹേഴ്സൽ പാടുമ്പോഴും കറക്റ്റായിട്ട് പാടി. ടേക്ക് ആയപ്പോഴത്തേക്ക് അങ്ങോട്ടും മാറിപ്പോയി. ലാസ്റ്റ് പല്ലവിയുടെ എടുത്ത് ഫസ്റ്റ് പല്ലവിയിൽ പാടി, ചരണം സെക്കൻഡ് ചരണത്തിൻ്റെത് ആദ്യം പാടി. അത് മാത്രമേ ഉള്ളൂ മോനെ, വേറൊന്നും എനിക്ക് മ്യൂസിക്കലി തെറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. പിന്നെ പനി ഓവർലാപ്പ് ചെയ്ത് വരുന്ന സ്ഥലവും വിട്ട് കളഞ്ഞു. പനിനീർ എന്നുള്ള പാടിയില്ല. മോളുടെ ആണെങ്കിൽ പസനി പമഗ വരുന്നില്ല. ഗാന്ധാരം ഫസ്റ്റ് ടൈം പാടുമ്പോൾ പോയി. പിന്നെ നിസനി പമഗ ആ പോർഷനും ഒന്നുകൂടെ ബെറ്റർ ആവാൻ തോന്നി. പിന്നെ മൈലാഞ്ചി ആ പോർഷൻ വളരെ ഭംഗിയായിട്ട് പാടി. ആ ഒരു രോമാഞ്ചം വന്നു ശരിക്കും ആ ഒരു പോർഷൻ. പിന്നെ നിങ്ങളുടെ ആ ഒരു ധീംതന അതിൻ്റെ ഒരു വേരിയേഷൻ കൊടുത്ത് നല്ലത് ഞാൻ ഒരുപാട് ആസ്വദിച്ചു കേട്ടോ. അങ്ങനെ ഓവറോൾ നല്ലതായിരുന്നു. ഈ ലിറിക്സ് തെറ്റിപ്പോയത് ഒഴികെ ബാക്കിയൊന്നും എനിക്കൊരു കുറ്റം പറയാനില്ല. ഞാൻ എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ലിറിക്സ് തെറ്റിപ്പോയതിന് ചേച്ചി കൈ ഇങ്ങനെ ആക്കിയത് കണ്ടാ ഒരു അടി ഇവിടെ അതാണ് ഇത് കുട്ടാ കൃഷ്ണക്കുട്ടാ, നല്ല സോങ് സെലക്ഷൻ നന്നായി തന്നെ പാടി. മ്യൂസിക്കലി എനിക്കും വലിയ തെറ്റുകൾ ഒന്നും പറയാനില്ല. രണ്ടുപേരും നല്ല പാടി. മൈലാഞ്ചിയൊക്കെ നല്ല ചമ ആയിരുന്നു. ഇംപ്രവൈസേഷൻ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. പക്ഷെ ലിറിക്ക് കുട്ടാ കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസിലും ലിറിക്ക് ചന്ന ഭിന്നമായി പോയി പ്രാവശ്യം. ഫസ്റ്റ് പല്ലവി തെറ്റി. അപ്പൊ ഞാൻ എഴുതി വെച്ചു ലിറിക് വിധു എന്ന്. നോക്കിയപ്പോ അനുപല്ലവി പാടാനുള്ളത് ചരണത്തിൽ പാടി. ചരണത്തിൽ ഇത് ചെസ് കളിയാ. എന്നിട്ട് നമ്മുടെ അടുത്ത് കണ്ടുപിടിച്ചോളാം. നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പ്ലേസ് അതിനിടയില് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഡിസ്കസ് ഇല്ല, എന്നിട്ട് ഏറ്റവും വലിയ വിറ്റ് കേക്ക്, അവൻ പാടി തെറ്റി. എന്നാ അവൾ അതേ റൂട്ട് ബസ്സിൽ പിടിച്ചു. അവളും തെറ്റിച്ചു. ഞാനിപ്പോ അതാ പറഞ്ഞേ, ആ തെറ്റ് തന്നെ ഏറ്റുപിടിച്ചാ പോരായിരുന്നു, മറ്റേതിൽ മാറ്റായിരുന്നു. കൃഷ്ണ പല്ലവിയില് പല്ലവി അതേ ബസ്സിൽ പോയി കയറിപ്പോയി. എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ വിധു ഇങ്ങനെ കൃഷ്ണന്റെ അടുത്ത്? ഏത് പാട്ടെന്നത് അവനൊന്നും ഓർമ്മയില്ല. ഇത് ഏത് പാട്ടത്? ഞാനിപ്പോ എന്താ ചേട്ടാ ചെയ്തത്? അതെ, ഞാനിവിടെ ഇങ്ങനെ മൈലാഞ്ചി കയ്യിൽ ഞാൻ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോ കൃഷ്ണശ്രീ അവനെ ഓർമ്മിപ്പിക്കുന്നു, പാട് എന്നുള്ളതൊക്കെ. നീ ഫുൾ ഔട്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ പോയി. അല്ല എനിക്കോട് ആദ്യത്തെ ലിറിക്സ് മാറിയപ്പോ ചെറുതായിട്ട് അപ്സെറ്റ് ആയി. പക്ഷെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വിധം മോൻ വിട്ട് നിർത്തി അങ്ങനെ കാണിച്ചില്ല. എന്തെങ്കിലും ഒരു ലിറിക്ക് ഗുരുത്വത്തിന് വായിൽ വന്നു. സെക്കൻഡ് ചരണത്തിന്റെ ആണെങ്കിൽ ആ കറക്റ്റ് ലെങ്ത്തിൽ വിട്ടുപോയി നിന്നില്ല. അതൊരു വലിയ സന്തോഷം. അതെ അതെ അതെ, സെയിം തന്നെയാ. ലിറിക്സിന്റെ അത് ഫംബിൾ ചെയ്തു എന്നുള്ളത് നമുക്ക് പറയുമ്പോഴാണ് അറിയണത്. വിധുവിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല. അത്ര അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ട്യൂണൊക്കെ നല്ല രസം. ഹമ്മിങ് പാടിയതും കൗണ്ടർ ഹമ്മിങ്സ് ഒക്കെ നല്ലായിരുന്നു കേട്ടോ. കിഷോറൊന്നും പറഞ്ഞല്ലോ. അല്ല ഒന്നുമില്ല, പാട്ട് കേട്ട് രസിച്ചിരുന്നപ്പോ ഞാൻ ഇവിടുന്ന് ചെവിയെടുക്കാൻ പറ്റുന്നില്ല. ചിരിച്ചിട്ടൊരു മിമിക്സ് പരേഡ് കാണുന്ന പോലെയാണ് ഞാനിത് കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ പട്ടടിച്ച് ഉറച്ചൊക്കെ ചിരിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംഗറാണ് കൃഷ്ണ. അമ്മ പ്രത്യേക അന്വേഷണം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. മോളുടെ സോങ്സ്, വിധുവിൻ്റെ സോങ്ങും നിങ്ങൾ രണ്ടുപേരും ഉള്ള സോങ്സിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് എപ്പോഴും എനിക്ക് വാട്സപ്പിൽ അമ്മ അയക്കും രാത്രിയിലൊക്കെ. അത് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം.